ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാൻ ലൈവിൽ ഇതാ അനീഷിനെയും ഷാനവാസിനെയും ജയിലിൽ അടയ്ക്കാനുള്ള സമയമായി. അങ്ങനെ അനീഷ് എല്ലാവരോടും യാത്രയെല്ലാം പറയുന്നുണ്ട്, ഞാൻ പോയിട്ട് വരാം എന്നെല്ലാം പറയുമ്പോൾ ആരും പറയും വരണമെന്നില്ല എന്നെല്ലാം പറഞ്ഞ അനീഷിനാണ് ഒരേ ട്രോളാണ്. അപ്പോൾ ഷാനവാസ് പറയും അക്ബറിനോട് പാട്ട് പാട്, നിന്റെ ചീഞ്ഞ വായ തുറന്നുകൊണ്ട് നീ ഒരു പാട്ട് പാട് എന്നെല്ലാം പറയുമ്പോൾ അക്ബർ ഷാനവാസിനായിട്ട് ട്രോളി പാട്ടെല്ലാം പാടി ക്യാപ്റ്റനായിട്ടുള്ള ബിന്നിയും മറ്റു കുടുംബാംഗങ്ങളും എല്ലാവരും ചേർന്ന് ഇവരെ ജയിലിൽ അടയ്ക്കാനുള്ള തിരക്കിലാണ്. അങ്ങനെ ഒടുക്കം ജയിലിനകത്ത് ആരുടെ ഒരു ഷെഡിയെല്ലാം കിടപ്പുണ്ടാകും. അത് കണ്ട് അനീഷ് പറയും ആരുടെ ഈ അടിവസ്ത്രം, ആരുടെ എന്ന് വെച്ചാൽ എടുത്തു കൊണ്ടുപോ എന്നെല്ലാം പറയുമ്പോൾ എല്ലാവരും അവിടെ പൊട്ടിച്ചിരിക്കും. നൂറെല്ലാം പറയുന്നുണ്ട് നിങ്ങളുടെ തന്നെയാകും, അതിൽ നിങ്ങളുടെ പേരുണ്ട്. അപ്പോൾ അനീഷ് പറയും അത് എന്റെ ഒന്നുമല്ല, ആരുടെയാന്ന് വെച്ചാൽ എടുത്തു കൊണ്ടുപോ എന്നെല്ലാം പറയുമ്പോൾ ആരും അത് എടുക്കാനായിട്ട് തയ്യാറാകില്ല. ഒടുക്കം മനു ആ ഷെഡി ജയിൽ കമ്പികൾക്കിടയിലൂടെ കൈയിട്ടുകൊണ്ട് എടുക്കും, എന്നിട്ട് നെവിന് കൊടുക്കും. അപ്പൊ നെവിൻ പറയും സോറി, ഇത് എന്റെ ഷെഡിയല്ല, ഒനിലിന്റെ ഷെഡിയാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് നെവിൻ ആ ഷെഡി അവിടെ കൊണ്ടുവെക്കും. ഈ ഒരു ഷെഡിയുടെ പേരിൽ ലൈവിൽ ഒരുപാട് ട്രോളുകളെല്ലാം നടക്കുന്നുണ്ട്. അതിനുശേഷം അനുവിന്റെ ഉള്ളിലിടുന്ന ഒരു പാന്റ് അത് ഷാനവാസ് എടുത്തു കൊണ്ടുപോയി ജയിലിൽ വെച്ചിട്ടുണ്ടാകും. അത് കണ്ടുകൊണ്ട് അനു ബിഗ് ബോസിന്റെ അടുത്ത് പരാതി പറയുന്നുണ്ട്. ബിഗ് ബോസ് എന്റെ അടിവസ്ത്രം ഷാനവാസ് അതിനകത്ത് വെച്ചു. ബിഗ് ബോസ് ഒരു നാണവും മാനും ഇല്ലാതെ മീശയിൽ കുറെ കരി വാരി തേച്ചു, ഒരു നാണവും മാനും ഇല്ലാതെ എന്റെ അടിവസ്ത്രം അതിനകത്ത് കൊണ്ടുവച്ചിരിക്കുകയാണ് ബിഗ് ബോസ് എന്നെല്ലാം പറയുമ്പോൾ ഷാനവാസ് അവിടെ പൊട്ടിച്ചിരിക്കും. ആ ഒരു പാന്റ് ഷാനവാസ് അവിടെ എടുത്തു കൊടുക്കില്ല എന്ന് തന്നെയാണ്. ഒടുക്കം അനു അനീഷിനോട് പറയും ആ ഒരു പാന്റ് എടുത്ത് തരാനായിട്ട്. അപ്പോൾ അനീഷ് അത് എടുത്തു കൊടുക്കും. അത് കണ്ടുകൊണ്ട് ഷാനവാസ് പറയും അടുത്ത വീക്കെൻഡ് അവനായല്ലോ, അതുകൊണ്ട് അവന് മേക്കപ്പ് ചെയ്യണമെങ്കിൽ അനുമോള് വേണം, അതുകൊണ്ടായിരിക്കും അവൻ എടുത്തു കൊടുത്തത് എന്നെല്ലാം ഷാനവാസ് പറയും. എന്തായാലും ജയിലിനകത്ത് ജയിലിൽ കയറിയത് മുതൽ അടിവസ്ത്രത്തിന്റെ സംസാരമാണ്. എല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം. ഇന്ന് ചങ്കും ചങ്കുമാണ് ജയിലിൽ കിടക്കുന്നത്. എന്താവുമെന്നെല്ലാം കാത്തിരുന്ന് കാണാം. ലൈവ് അപ്ഡേഷൻ നമ്മുടെ ചാനലിൽ ഉണ്ടാകും. ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട.